നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാറിൽ പ്രതികരണവുമായി ഇന്ത്യ. സൗദി അറേബ്യ ഇന്ത്യയോട് തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ശുഭപ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ ഇന്ത്യ വിശദമായി പരിശോധിക്കും. രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയും ഇന്ത്യയുമായുള്ളത് വർഷങ്ങൾ നീണ്ട സൗഹൃദം. India and Saudi Arabia, we have a wide-ranging strategic partnership which has deepened in the last several years considerably. We expect that this strategic partnership will keep in mind mutual interest and sensitivities. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ കരാറിൽ ഇരു രാജ്യങ്ങളെയും ആരാക്രമിച്ചാലും ഒന്നിച്ച് പ്രതിരോധിക്കുമെന്നാണ് വ്യവസ്ഥ. ഇതിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിൽ ശുഭപ്രതീക്ഷയുണ്ട്. നിലവിലെ ചർച്ചകൾ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിയിലെ ഉപരോധ ഇളവുകൾ പിൻവലിച്ച നടപടി അമേരിക്ക പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MEA വക്താവ്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യയ്ക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ചബഹാർ. റിസർച്ച് ഡെസ്ക് 24. ആവശ്യമെങ്കിൽ ആണവ പദ്ധതി സൗദിക്ക് ലഭ്യമാക്കുമെന്ന് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരമാണ് ആണവ മേഖലയിലെ സഹകരണം. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് സൗദിയിലേക്ക് ആണവ പദ്ധതി വരുന്നത്. സൗദിയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിനു പിന്നാലെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫാണ് ആണവ പദ്ധതി സഹകരണത്തെക്കുറിച്ച് പരാമർശിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒപ്പുവെച്ച കരാർ പ്രകാരം സൗദിക്ക് ആവശ്യമെങ്കിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതി ലഭ്യമാക്കുമെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാഷ്ട്രമായി കരുതപ്പെടുന്നത് ഇസ്രായേലാണ്. സൗദിക്ക് കൂടി ആണവായുധ പദ്ധതി ലഭ്യമായാൽ ഈ മേഖലയിലെ ഇസ്രായേലിന്റെ ആധിപത്യം ഇല്ലാതാകും. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തോടെ ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത ആശങ്കകൾക്ക് പിന്നാലെയാണ് സൗദി പാക് കരാർ എന്നത് ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒരുമിച്ച് നേരിടുമെന്ന് സൗദി പാക് കരാർ പറയുന്നു. വർഷങ്ങളായി സൈനിക സഹകരണ കരാറുള്ള രാജ്യങ്ങളാണ് സൗദിയും പാകിസ്ഥാനും. ഇത് ആണവ മേഖലയിലേക്ക് കൂടി കടക്കുന്നതോടെ സഹകരണം പുതിയ തലത്തിൽ എത്തുകയാണ്. അതേസമയം സൗദി പാക് പ്രതിരോധ കരാർ ദേശീയ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. ജലീൽ കണമകലം, 24, ജിദ്ദ. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ. ദുബായിൽ നിർമ്മാണം നടക്കുന്ന ഭാരത് മാർട്ട് 2027 തുടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയതായിരുന്നു മന്ത്രി. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഏർപ്പെടാനായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക കരാർ ഉടൻ നടപ്പാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഏറെ വൈകാതെ കരാറിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ എന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയും UAE-യും തമ്മിൽ രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം കൂടുതൽ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ദുബായ് ജബലലി ഫ്രീ സോണിൽ നിർമ്മിക്കുന്ന ഭാരത് മാർട്ട് 2027 തുറക്കുമെന്നും 9,000-ലേറെ കമ്പനികൾ ഭാരത് മാർട്ടിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരത് മാർട്ട് tendering has been started. Work is expected to start later this year, and by early 2027 we expect to see Bharat Mart operational. Already 9,000 plus companies have shown an expression of interest to come to Bharat Mart. I don't think they can even accommodate so many. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ പുനരുപയോഗ ഊർജ്ജം, കപ്പൽ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ എന്നീ മേഖലകളിലെ സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കൂടുതൽ UAE ബാങ്കുകൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ കൂടുതൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾ UAE-യിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തികം, ടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 75 പ്രതിനിധികളും കേന്ദ്രമന്ത്രിക്കൊപ്പം UAE-യിലെത്തിയിരുന്നു. 24, ദുബായ്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN രക്ഷാസമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. ഇത് 6ാം തവണയാണ് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്.
വീറ്റോ ചെയ്യുന്നത്. ഗസ സിറ്റിയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണെന്ന് സൈനിക വക്താവ് നദവ് ഷോഷാനി വ്യക്തമാക്കി. ഗസയിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. UN രക്ഷാസമിതിയിലെ 15-ൽ 14 അംഗങ്ങളും ഗസയിലെ വെടിനിർത്തലിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഗസയിൽ അടിയന്തരമായ നിരുപാധികമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഹമാസ് തടവിലാക്കിയ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനും ഗസയിലേക്ക് മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. അതിനിടെ വടക്കൻ ഗസയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം മുന്നേറുകയാണെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് നദവ് ഷൊഷാനി വ്യക്തമാക്കി. ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും റിമോട്ട് നിയന്ത്രിത സ്ഫോടനങ്ങളും ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പരത്തി ആളുകളെ തെക്കൻ ഗസയിലേക്ക് ഓടിക്കാനാണ് ശ്രമം. ഗസയിലേക്ക് സഹായം എത്തിക്കാനുള്ള എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചെന്നും ഗസ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്നും UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന കിയർ സ്റ്റാർമറുടെ പ്രസ്താവന ട്രംപ് പിന്തുണച്ചില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജിദ്ദയിൽ വേങ്ങര മണ്ഡലം KMCC സംഘടിപ്പിച്ച ത്രിതല തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സമാപിച്ചു. KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EV നാസർ അധ്യക്ഷനായി. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജിമ തബ്ഷീറ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ ഉപാധ്യക്ഷൻ അഷ്റഫ് മുല്ലപ്പള്ളി പ്രഭാഷണം നടത്തി. നാസർ മമ്പുറം സ്വാഗതവും നൌഷാദ് അലി പറപ്പൂർ നന്ദിയും പറഞ്ഞു. KMCC പാട്ടുകൂട്ടമൊരുക്കിയ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ക്ലെയ്ഡ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം ആഘോഷിച്ചു. ഓണസദ്യ, കലാസാംസ്കാരിക പരിപാടികൾ, ചെണ്ടമേളം, പുലികളി എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. നടി മിയ ജോർജ് മുഖ്യ അതിഥിയായിരുന്നു. കസാൻഡ്ര ഫെർണാണ്ടോ MP, മുൻമന്ത്രി ജെയ്സൺ വുഡ്, KC കൌൺസിൽ മേയർ സ്റ്റെഫാൻ കുമൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് ഡോക്ടർ വിനോദ് V സിനിമാ താരം മിയ ജോർജിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രസിഡന്റ് ബേസിൽ ജോസഫ്, സെക്രട്ടറി പ്രാചീഷ് നിലിയത്ത് എന്നിവർ ഓണാശംസകൾ നേർന്നു. ട്രഷറർ നിവിൽ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളായ സ്മിൻജോ മൈക്കിൾ, വിനോയ് ദേവസ്യ, ജോയ് തോമക്കുട്ടി, വിനയ് മെനൻ, സിജോ ജോസ്, സോജി ആന്റണി എന്നിവർ കലാകായിക പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണം. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തി. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിൽ 3 സെക്ഷനുകളായാണ് ചർച്ച. സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ഫാക്ടറിയുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം, യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്ന് ആരോപിച്ച് ഐക്യ മലയാളീയ മഹാസഭ പങ്കെടുക്കില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു. നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വിജയശങ്കർ, 24 പത്തനംതിട്ട. CPIM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനുമെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CPIM. VD സതീശന്റെ ബോംബ് ഇതുപോലത്തെ ബോംബാണെന്ന് കരുതിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് KJ ഷൈനിന്റെ ആരോപണം. KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. KJ ഷൈനും KN ഉണ്ണികൃഷ്ണനുമെതിരെ കേട്ടാലറയ്ക്കുന്ന കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശൻ ഉണ്ടാക്കിയെടുത്ത ബോംബാണെന്ന് പറയുന്നില്ലെന്നും എന്നാൽ സതീശൻ ഉൾപ്പെട്ട നേതൃത്വത്തിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരമൊരു കാര്യം ചെയ്യില്ലെന്നും MV ഗോവിന്ദൻ. പറവൂർ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടന്നത്. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരുതരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KJ ഷൈന്റെയും ആരോപണം. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ
അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. എന്നാൽ ആരോപണം വി.ഡി. സതീശൻ തള്ളി. ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? കെ.ജെ. ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ഓൺലൈൻ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കും എതിരെയാണ് കേസ്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിനുൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SP-ക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം കെ.ജെ. ഷൈനിന്റെ പേര് പറയാതെ പോസ്റ്റ് പങ്കുവച്ചുവെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. 24 കൊച്ചി. ദുബായിൽ പുതിയ പാർപ്പിട പദ്ധതിക്ക് തറക്കല്ലിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ്. കോൺഫിഡന്റ് പ്രസ്റ്റൺ എന്നാണ് പുതിയ പാർപ്പിട പദ്ധതിയുടെ പേര്. ദുബായ് ലിവാനിലാണ് പദ്ധതി നടപ്പിലാക്കുക. ദുബായ് ലിവാനിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പുതിയ പാർപ്പിട സമുച്ചയം ഒരുങ്ങുന്നത്. ദുബായിലെ ലിവാനിൽ നടന്ന ചടങ്ങിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായ് മാനേജിംഗ് ഡയറക്ടർ രോഹിത് റോയിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയും ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച രൂപകൽപ്പനയ്ക്കും ആഡംബരത്തിനും പ്രാധാന്യം നൽകിയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുമാണ് പുതിയ പദ്ധതിയെന്ന് രോഹിത് റോയ് പറഞ്ഞു. ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ച ത്വരിതഗതിയിലാണെന്നും ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ UAE റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ഡോക്ടർ റോയ് CJ പറഞ്ഞു. ഇത് കോൺഫിഡന്റ് പ്രിസ്റ്റൺ ആണ്. ഇവിടെ ടോട്ടലി 99 ഫ്ലാറ്റ്സ് ആണ് വരുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 1,45,000 സ്ക്വയർ ഫീറ്റ് കാം ബിൽഡപ്പ് ഏരിയ ആണ്. 10 ഫ്ലോർ ആണ്. ആൻഡ് ലോട്ട് ഓഫ് അമ്യൂണിറ്റീസ് ആണ് ഓക്കെ ഇൻ ദിസ് പ്രോജക്ട്. ഇത് ഞങ്ങൾ 16 മന്ത്സിൽ തീർക്കും. ഇപ്പോൾ ഇന്ന് തൊട്ടിട്ട് 16 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളിത് ഇന്ത്യയിൽ പഠിച്ച തപസ്യാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്ത് സീറോ ഡെറ്റ് പ്രോജക്റ്റ് ആണ്. ബിക്കോസ് വി ഡോണ്ട് ബിലീവ് ഇൻ ലിവറേജിങ് ലോൺ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യയെ പറ്റി നിങ്ങൾക്ക് അറിയാം. സെയിം ഒരു പിടിഗിരി തന്നെയാണ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുൻ പദ്ധതിയായ കോൺഫിഡന്റ് ലാൻകാസ്റ്റർ 11 മാസം കൊണ്ട് പൂർത്തിയാക്കി വിപണനം നടത്തിയ ശേഷമാണ് പുതിയ പദ്ധതി തുടങ്ങിയത്. പുതിയ പദ്ധതി 16 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത്. ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് വ്യക്തമല്ല. ഇതോടെ കഴിഞ്ഞ 2 മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം 7 ആയി. കടുത്ത ശാരീരിക അവശതകൾ പ്രകടിപ്പിച്ച് ബുധനാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച റഹീം ഇന്ന് വൈകിട്ടാണ് മരിച്ചത്. ആശുപത്രിയിലെത്തിക്കുമ്പോൾ തന്നെ റഹീം അബോധാവസ്ഥയിലായിരുന്നുവെന്നാണ് ആരോഗ്യപ്രവർത്തകർ പറയുന്നത്. ഇതോടെ കഴിഞ്ഞ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ആയി. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ ഒരാൾ രോഗമുക്തി നേടിയതിനെ തുടർന്ന് ആശുപത്രി വിട്ടിരുന്നു. രോഗം പടരുന്ന സാഹചര്യത്തിൽ കുളങ്ങളും പൂളുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. സ്വന്തം നിലയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞതെന്ന് ലീഗ് ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നു. വികസന സദസ്സിനോട് സഹകരിക്കില്ലെന്ന UDF തീരുമാനത്തെ നേരത്തെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തള്ളിപ്പറഞ്ഞിരുന്നു. തദ്ദേശ വകുപ്പും PRDയും ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ മാസം 22 മുതൽ അടുത്ത മാസം 20 വരെയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. സദസ്സ് ദൂർത്താണെന്നും സഹകരിക്കില്ലെന്നും UDF സംസ്ഥാന നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വികസന സദസ്സ് ഗംഭീരമായി നടത്തണം, പങ്കെടുത്തില്ലെങ്കിൽ CPIMന്റെ പരിപാടിയായി മാറുകയും സർക്കാർ നേട്ടങ്ങൾ മാത്രം ജനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA പേരിലുള്ള സർക്കുലറിൽ പറയുന്നു. ഇത് വിവാദമായതോടെ ജില്ലാ കമ്മിറ്റി നിലപാട് മാറ്റി. വികസന സദസ്സിന്റെ ഭാഗമാകില്ല, സ്വന്തം നിലയിൽ നടത്തും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയെന്നും വിശദീകരണം. സർക്കാരിന്റെ വികസന സദസ്സിന്റെ ഭാഗമാകില്ലെന്നും സ്വന്തം നിലയ്ക്ക് നടത്തുമെന്നും P. അബ്ദുൽ ഹമീദ് MLA അറിയിച്ചു. 24 മലപ്പുറം. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാട് എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. നാളെ പാലക്കാട് എത്താനാണ് രാഹുലിന്റെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം. രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MP-യുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതും മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മണ്ഡലത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോൺക്ലേവ് ഞായറാഴ്ച പാലക്കാട് നടക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വം. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഏതു തരത്തിൽ പ്രതിഷേധിക്കണമെന്നതിനെക്കുറിച്ച് BJPയും DYFIയും ആലോചന തുടങ്ങിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP വീണ്ടും രംഗത്തെത്തി. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച രമേശ് പിഷാരടിക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. വയനാട് DCC ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ബാധ്യത തീർക്കാൻ കോൺഗ്രസ്. ബത്തേരി ഏർബൻ ബാങ്കിലെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന വയനാട് ജില്ലാ നേതൃയോഗത്തിലാണ് തീരുമാനമെടുത്തത്. നേതൃത്വം തങ്ങളോട് സംസാരിച്ചില്ലെന്നും സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താമെന്നും വിജയന്റെ മരുമകൾ പത്മജ വ്യക്തമാക്കി. ബത്തേരിയിലെ കോൺഗ്രസ് നേതാവ് വിജയൻ അദ്ദേഹത്തിൻ്റെ ആ കടബാധ്യത അടച്ചു വീട്ടാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തം ധാർമ്മികമായിട്ടാണ്, നിയമപരമായിട്ടല്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ആ കടബാധ്യത എത്രയും വേഗം ആ കടബാധ്യത അർബൻ ബാങ്കിലെ കടബാധ്യത ഞങ്ങൾ തന്നെ അടച്ചു വീട്ടുന്നതാണ്. NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാശ്രമം, ഇതിനുശേഷമുണ്ടായ വിവാദങ്ങൾ, ഒടുവിൽ DCCക്ക് മുന്നിൽ NM വിജയന്റെ കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന പ്രഖ്യാപനം. ഈ സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത്. നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. നേതാക്കൾ തങ്ങളുമായി സംസാരിച്ചിട്ടില്ലെന്നും സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നും പത്മജ 24നോട് പറഞ്ഞു. എന്റെ അടുത്തോ എന്റെ ഭർത്താവിന്റെ അടുത്തോ നിലവിൽ ഇപ്പൊ NM വിജയന്റെ തലമുറ എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന്റെ അടുത്ത് അവർ സംസാരിച്ചിട്ടില്ല. അവർ സംസാരിക്കട്ടെ. ഇനി സംസാരത്തിന് ശേഷം നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം. ഇന്നു ചേർന്ന DCC യോഗത്തിൽ മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. വിഭാഗീയതയിൽ ശക്തമായ താക്കീതാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ നൽകിയത്. മോശം പ്രവണതകൾ ഉണ്ടായാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.